ഈ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളുടെ അപ്ഡേറ്റ് ആണ്. അതിൽ ആദ്യത്തേത് സാവിയർ വുഡ്സ് വേഴ്സസ് റെയിൻ മിസ്റ്റീരിയോ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡിൽ സാവിയർ വുഡ്സും കോഫി കിങ്സ്റ്റണും ടീം ആയിക്കൊണ്ട് അമേരിക്കൻ മെയ്ഡ് ഫാക്ഷനിലെ ക്രീഡ് ബ്രദേഴ്സിനെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ജഡ് ഗേബിളിൻ്റെ ഇന്റർഫിയറൻസിൻ്റെ സഹായത്തോടു കൂടി ക്രീഡ് ബ്രദേഴ്സ് ന്യൂ ഡേ ടീമിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സാവിയർ വുഡ്സിൻ്റെയും കോഫി കിങ്സ്റ്റനും ഇടയിൽ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും അവർ കാണിച്ചിരുന്നില്ല. എന്നാൽ അടുത്ത റോയിലേക്ക് രണ്ട് ഫേസ് ക്യാരക്ടേഴ്സായി അവർ നിലവിൽ കാണിക്കുന്ന റെയിൻ മിസ്റ്റീരിയോയും സാവിയർ വുഡ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സാവിയർ വുഡ്സിൻ്റെ ഒരു ഹീൽ ടേണിൻ്റെ സൂചന നൽകാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കോഫി കിങ്സ്റ്റൺ വേഴ്സസ് ജഡ് ഗേബിൾ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്യുന്നുണ്ട്. ജഡ് ഗേബിളിൻ്റെ ഇന്നത്തെ ടാഗ് ടീം മത്സരത്തിലെ ഇന്റർഫിയറൻസ് തന്നെയാണ് കോഫി കിങ്സ്റ്റനെതിരെയുള്ള ഒരു സിംഗിൾസ് മത്സരത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന മിക്കവാറും റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ മത്സരമോ അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റ് മത്സരമോ ആകാൻ സാധ്യതയുള്ള മത്സരം ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരമാണ്. കുറേയധികം OMG തലത്തിലുള്ള മൊമെൻറ്റ്സ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിഗ് ബ്രോൺസൺ റീഡും ബ്രോൺ സ്ട്രോമനും തമ്മിലുള്ള മത്സരമാണ് ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരമായി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ഇരുവരും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണിച്ചിരുന്നു. പിന്നീട് മിസിനെതിരെ ബിഗ് ബ്രോൺസൺ റീഡ് മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ ബ്രോൺ സ്ട്രോമനും ബ്രോൺസൺ റീഡും തമ്മിലുള്ള ആ ഒരു ഫൈറ്റും പിന്നീട് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആക്രമിക്കുന്നതും അങ്ങനെയായിട്ട് കുറേയധികം നിമിഷങ്ങൾ ഇവരുടെ ഫൈറ്റ് തന്നെ കാണിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഫൈറ്റ് അതിൽ ആർക്കാണ് ആധിപത്യം നിന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അടുത്ത ആഴ്ചയിലെ ഈ ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരമായി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീര മത്സരം, ഗംഭീരമായിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വമ്പൻ മാറ്റത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനും റിയ റിപ്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ ലിവ് മോർഗൻ്റെ കൂടെ ഡൊമിനിക് മിസ്റ്റീരിയോ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഇപ്പോൾ ഒരു സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ സസ്പെൻഷന് വലിയ പ്രത്യേകതയുള്ളത് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഡൊമിനിക് മിസ്റ്റീരിയോ ഉണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹം മുകളിൽ ഷാർക്ക് കേജിൽ ലോക്കിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ആദം പിയേഴ്സ് കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിയ റിപ്ലി പങ്കുവച്ചത്. റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ സെഗ്മെൻറ്റിൽ റിയ റിപ്ലിയെ കളിയാക്കിക്കൊണ്ട് ലിവ് മോർഗൻ്റെയും ഡൊമിനിക് മിസ്റ്റീരിയോയുടെയും സെഗ്മെൻറ്റ് വരികയും അങ്ങോട്ടേക്ക് റിയ റിപ്ലി കടന്നു വന്നുകൊണ്ട് ഒരു മേജർ അനൗൺസ്മെൻറ്റ് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ലിവ് മോർഗനെ സഹായിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ മൂവ്മെൻറ്റും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങളുടെ ഒരു ഇൻ്റർഫിയറൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു റെസ്ലറുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം പോയിൻറ്റ്സ് ബാക്കിയുണ്ട്. അത് പ്രൊഡിക്ഷൻ വീഡിയോയിൽ പങ്കുവെക്കാം. എന്തായാലും ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കിടിലൻ ആയിരിക്കും. അതിലേക്ക് ഒരു മേജർ അപ്ഡേറ്റും കൂടി കൊണ്ടുവന്നിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സാമി സെയിൻ വേഴ്സസ് ലുഡ്വിഗ് കൈസർ തമ്മിലുള്ള സിംഗിൾസ് മത്സരത്തെ സംബന്ധിച്ചാണ്. കിടിലൻ മത്സരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യ മത്സരമായി കാണാൻ സാധിച്ചു. കൈസറിനെ ഒട്ടും തരം താഴ്ത്താത്ത രീതിയിൽ തന്നെയാണ് മത്സരത്തിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ സാമി സെയിൻ ലുഡ്വിഗ് കൈസറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് മത്സരം വിജയിക്കുന്നതും അതിനുശേഷം ഗിന്ദർ വന്നിട്ട് സാമി സെയിന് ആ ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി, ആ ടൈറ്റിൽ മാച്ച് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഗിന്ദർ അപ്പോഴും നോ പറഞ്ഞ് ഒഴിവാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും സാമി സെയിൻ്റെ ചലഞ്ച് നോ പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്ന ഗിന്ദറിൻ്റെ ഭാഗവും കാണിച്ചുകൊണ്ട് അവരുടെ സെഗ്മെൻറ്റുകൾ അവസാനിച്ചിരിക്കുന്നു. ഗിന്ദർ വേഴ്സസ് സാമി തമ്മിലുള്ള വേൾഡ് ടൈറ്റിൽ മത്സരം കൺഫേം ആണ്, പക്ഷേ ആ ഡേറ്റ് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിൽ ചെറിയൊരു വീഡിയോ ഫുട്ടേജ് WWE പുറത്തേക്കിടുകയുണ്ടായി. ആ വീഡിയോ ഫുട്ടേജിൽ ഏതെങ്കിലും ഒരു റെസ്ലറിനെ മെൻഷൻ ചെയ്യുകയോ ഏതെങ്കിലും ഒരു റെസ്ലറിൻ്റെ വലിയ ഡീറ്റെയിൽസ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവർ കൊടുത്തിരിക്കുന്ന ചില സിമ്പിൾസ്, ആ സിമ്പിൾസ് ഡീകോഡ് ചെയ്ത് പോകുമ്പോൾ WWE നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഫോർമർ NXT ടാഗ് ടീം ചാമ്പ്യന്മാരും റോ ടാഗ് ടീം ചാമ്പ്യന്മാരൊക്കെ ആയിരുന്ന വൈക്കിംഗ് റൈഡേഴ്സിൻ്റെ സിമ്പിളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വൈക്കിംഗ് റൈഡേഴ്സിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചനയാണ് അവിടെ നൽകുന്നത്. റോ ബ്രാൻഡിലേക്ക് വൈക്കിംഗ് റൈഡേഴ്സ് വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം റോയുടെ ടാഗ് ടീം ഡിവിഷൻ ഇപ്പോൾ ഏകദേശം ഉണങ്ങിയ ഒരു അവസ്ഥയാണ്. ടാഗ് ടീം ചാമ്പ്യന്മാർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി കൊടുക്കുന്നില്ല, ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ് അവർക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് മാറി ടാഗ് ടീം ഡിവിഷന് ടാഗ് ടൈറ്റിലിൻ്റെ സ്റ്റോറി കൃത്യമായി കൊടുക്കണം. അപ്പോൾ പുതിയ ടാഗ് ടീമൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പുഷ് നമുക്ക് പ്രതീക്ഷിക്കാം ടാഗ് ഡിവിഷനെ സംബന്ധിച്ച്. വൈക്കിംഗ് റൈഡേഴ്സ് അവരുടെ NXTയിലെ പേരായ വാർ റൈഡേഴ്സിലൂടെയാണോ തിരികെ വരുന്നത് എന്നുള്ളൊരു സൂചന നൽകുന്നു.
നൽകുന്നുണ്ട്. കാരണം ഈ സിംബലിൽ കൊടുത്തിട്ടുള്ള 3 അക്ഷരങ്ങൾ അത് വാർ എന്ന് പറയുന്ന ഒരു വേർഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വാർ റൈഡേഴ്സ് എന്നുള്ള ഒരു പേരിൽ ഒരു തിരിച്ചറിവായിരിക്കുമോ എറിക്കും ഐവറും നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ മാസ് റിട്ടേൺ വൈക്കിംഗ് റൈഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ളത് ജെ ഊസോയുടെ ഇന്നത്തെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയത്തെ സംബന്ധിച്ചുള്ളതാണ്. റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ച ഒരു എൻഡിങ് അല്ല കാണാൻ സാധിച്ചത്. കഴിഞ്ഞ റോ എപ്പിസോഡിന് അനുബന്ധിച്ചുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളിൽ പല കൂട്ടുകാരും അത് പോയിന്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ജെ ഊസോ വിജയിക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ജെ ഊസോയുടെ ഭാവിയിലെ പ്ലാനുകൾ എല്ലാം നിരത്തിക്കൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് മുന്നോട്ടേക്ക് വെച്ചത്. എന്നാൽ എൻ്റെ എല്ലാ പ്രഡിക്ഷൻസും പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മത്സര റിസൾട്ടാണ് റോയിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഇതുകൊണ്ടൊക്കെയാണ് WWE നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് നമുക്കിന്ന് ജെ ഊസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള മത്സരത്തിലൂടെ കാണാൻ സാധിച്ചത്. ബ്രോൺ ബ്രേക്കറിന്റെ 51 ദിവസം നീണ്ടുനിന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റണ്ണിനാണ് ഇന്ന് ജെ ഊസോ അവസാനം കുറിച്ചിരിക്കുന്നത്. ജെ ഊസോയുടെ കരിയറിലെ ആദ്യ ഇൻഡിവിജ്വൽ WWE ചാമ്പ്യൻഷിപ്പ് എന്നുള്ളൊരു രീതിയിലുള്ള സ്റ്റോറിയുമാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജെ ഊസോയുടെ ഈ ഒരു വിജയം വെറും ഒരു വിജയം മാത്രമല്ല, ഒരു അപൂർവ റെക്കോർഡ് ജെ ഊസോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതായത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് അച്ഛനും മകനും സ്വന്തമാക്കുന്ന രണ്ടാമത്തെ പെയറായി മാറിയിരിക്കുകയാണ് ജെ ഊസോയുടെ ഈ ഒരു വിജയത്തോടു കൂടി. ജെ ഊസോയും റിക്കീഷിയും ഇതിനു മുൻപ് ഈ ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ക്രെഡക്സ് എക്സൽ എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഗംഭീര പുഷൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവി ഒന്നുമില്ലാതായി പോയി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മിസ്റ്റർ പെർഫെക്റ്റ് WWE എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ഛനും മകനും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച അപൂർവ റെക്കോർഡ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ പെയർ, അതാണ് ജെ ഊസോയുടെ ഈ ഒരു വിജയത്തോടു കൂടി ജെ ഊസോയ്ക്കും റിക്കീഷിക്കും സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. റസൽ വോട്സ് ആണ് ഈ ഒരു ഫാക്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ജെ ഊസോയുടെ വിജയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജെ ഊസോയുടെ വിജയത്തിന് ശേഷം ഇനി നമുക്ക് കുറേയധികം സ്റ്റോറി ലൈൻ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത്, അത് നാളത്തെ വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.